ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് അവധി അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പല ജില്ലകളിലും ഇപ്പോൾ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് ഇപ്പോൾ പല ജില്ലകളിലും പെയ്യുന്നത്. പ്രത്യേകിച്ച് പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 29-ാം തീയതി പല ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട്. വയനാട്, കണ്ണൂർ, അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലൊക്കെ ഓറഞ്ച് അലർട്ടാണ്. കൂടാതെ നാളെ പ്രത്യേകിച്ച് കോഴിക്കോട്, അതുപോലെ തന്നെ വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ വയനാട് ജില്ലയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. വരുന്ന മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാകും. നാളെ വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന സമയങ്ങളിൽ പ്രത്യേകം നിങ്ങളുടെ ജില്ലകളിലെ കളക്ടർമാർ, നിങ്ങൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് ആ ജില്ലയിലെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഒരുപക്ഷെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മുടെ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു മണിക്കൂറിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മറ്റു 2 ജില്ലകളിലും കൂടി അവധി ബാധകമാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണിത്. കാരണം ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യമായതുകൊണ്ട് കൂടുതൽ ജില്ലകളിൽ അവധി ഉറപ്പായിട്ടും കിട്ടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. ഈ മഴ ശക്തമാകുന്നത് തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ വലിയ രീതിയിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ മേഖലകളിൽ നിന്ന് ആളുകൾ പ്രത്യേകം മാറി താമസിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴയെ തുടർന്ന് ഔദ്യോഗികമായിട്ടുള്ള ആദ്യത്തെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് വയനാട്ടിൽ തന്നെയാണ്. വയനാട്ടിൽ നാളെ അവധിയാണ്. വയനാട്ടിലെ വിദ്യാലയങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും ഒരുപക്ഷെ അവധി വരാൻ സാധ്യതയുണ്ട്. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നുള്ള കാര്യം ഒന്ന് പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.